അപ്പോൾ യഥാസ്ഥാനപ്പെടുത്തും, 2 ഉറപ്പിക്കും, 3 ശക്തീകരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. 11-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ബലം എന്നേക്കും അവനുള്ളത്. ആമേൻ. എൻ്റെ ദൈവമേ, ഉൽപ്പത്തി മുതൽ ഇങ്ങോട്ടെടുത്ത് അന്ന് തൊട്ട് വ്യാപരിച്ച ദൈവത്തിൻ്റെ ബലം, ദൈവത്തിൻ്റെ ശക്തിയൊക്കെ തെളിവായി ചരിത്രമായിട്ട് നമുക്ക് എഴുതി തന്നിട്ടില്ലേ? ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ബലത്തെക്കുറിച്ച് പറയുന്നത് എന്നേക്കും, ഫോർ എവർ ആൻഡ് എവർ. ആ ബലത്തിന് ശക്തിക്ക് കുറവ് വന്നിട്ടില്ല. അത് എനിക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയെന്ന്, അത് എന്നിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയെന്ന് ഇന്ന് പകലെത്ര പേർ തിരിച്ചറിയുന്നുണ്ട്? ഹല്ലേലൂയ. ജീവിതത്തിൽ എന്നെ നിങ്ങളെ ബലഹീനമാക്കുന്ന വിഷയങ്ങൾ വരും കേട്ടോ, ബലം ക്ഷയിപ്പിക്കുന്ന വിഷയങ്ങൾ വരും കേട്ടോ. മനസ്സിൻ്റെ ബലം പോകും, ശരീരത്തിൻ്റെ ബലം പോകും, ഒരുപക്ഷെ ആത്മാവിലും ബലം പോയെന്നിരിക്കും. ചൂരച്ചെടിയുടെ ചുവട്ടിൽ കിടക്കേണ്ടി വന്നാലും അവിടെ നിന്ന് തട്ടി എഴുന്നേൽപ്പിച്ച് ബലം തന്ന് 40 ദിവസം പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ വണ്ണം ഹോരേബോളം നടത്തിച്ച ഒരു ചരിത്രമുണ്ട് ഈ ദൈവത്തിൻ്റെ ബലത്തിന്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ജീവിതത്തിൽ സ്തോത്രം കഷ്ടത വന്നാൽ, ഒരിക്കൽ ദാവീദിന് അങ്ങനെ സംഭവിച്ചു. ശമൂവേലിൻ്റെ പുസ്തകം 1 ശമൂവേൽ 30-ാം അധ്യായം വായിക്കുമ്പോൾ 4-ാം വാക്യത്തിലും 6-ാം വാക്യത്തിലും ദാവീദോ വലിയ കഷ്ടത്തിലായി എന്ന് എഴുതിയിരിക്കുന്നത്. ബലമില്ലാതാകോളം അവന് ഉറക്കെ കരഞ്ഞു, എങ്കിലും അവൻ യഹോവയിൽ ധൈര്യപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്നത്. അവനൊരു ദൈവത്തെ അറിയാം. അല്ലെങ്കിൽ തള്ളയാടുകളെ മേയിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അനുഭവിച്ച ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ഈ വിളിച്ചു വരുത്തി എന്നെ അഭിഷേകം ചെയ്ത ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ഇന്നും അതെന്നെ വിട്ടുമാറിയിട്ടില്ല. ഈ സിക്ലാഗിൽ എൻ്റെ ഭാര്യമാരും മക്കളും എൻ്റെ സമ്പത്തിനെ എല്ലാം പിടിച്ചുകൊണ്ടുപോയി. എവിടെയെന്ന് എനിക്ക് അറിയത്തില്ല. കൂടെയുള്ളവരും കല്ലെറിയുമ്പോൾ, ആരും സഹായത്തിനായി ഇല്ലാതിരിക്കുമ്പോൾ ബലമില്ലാതാകോളം ഉറക്കെ കരഞ്ഞു. ദാവീദോ വലിയ കഷ്ടത്തിലായി. അവിടെ എഴുതിയിരിക്കുന്നു, എങ്കിലും അവൻ യഹോവയിൽ ധൈര്യപ്പെട്ടു. കാരണം എന്താ? സാന്നിധ്യം.